ഇന്നും എടത്തറ കോളേജ് അവിടെ ഇരിപ്പുണ്ട്. പടച്ചവനെ, ഞാൻ ഒരു ദിവസം അവിടെ ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ അല്ലാഹുവേ ഉസ്താദില്ല, ഒരേ ഒരു പയ്യൻ മാത്രം നിൽക്കുന്നു, ഒരേ ഒരു മോൻ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു എല്ലാവരും എവിടെ പോയി? അവിടെ നിന്ന് പടച്ചവനെ പറഞ്ഞു എല്ലാവരും ലീവിന് പോയി, എല്ലാവരും ലീവിന് പോയി. ഞാൻ ചോദിച്ചു നീ പോകുന്നില്ലേ? കണ്ണ് നിറഞ്ഞു പോയ ഒരു രംഗമാ, കണ്ണ് നിറഞ്ഞു പോയ ഒരു രംഗമാ. കൂടെ പഠിക്കുന്നവരെല്ലാവരും ലീവിന് വീട്ടിൽ പോയി, ഇവൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ ചെറിയ മകനോട് ചോദിച്ചു നീ വീട്ടിൽ പോയില്ലേ? ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞു ഉസ്താദേ എനിക്ക് പോകാനൊരിടമില്ല, എനിക്ക് പോകാനൊരിടമില്ല, വാപ്പയില്ല ഉമ്മയില്ല, ഞാൻ എവിടെയാ പോകേണ്ടത്? എല്ലാവരും ലീവിന് വീട്ടിൽ പോകുമ്പോ സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പൊന്നുമോൻ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഗതി നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരവസ്ഥ കൊടുക്കല്ലേ തമ്പുരാനെ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ചെയ്തോ. അസ്സദഖത്തു റത്തുൽ ബലാ. അല്ലാഹു വിപത്തുകളെ സദക്ക തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും ലീവിന് പോയപ്പോൾ ഒരു മോൻ മാത്രം, അവന് പോകാനൊരിടവില്ല. ബഹുമാനിയായ ഷഫീഖ് ഉസ്താദിൻ്റെ വാപ്പയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഉസ്താദ്, അങ്ങടൊക്കെ ഗുരുനാഥന, അല്ലാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് സ്വന്തം മോനെ പോലെ ഭക്ഷണം കൊടുത്തിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ മാസം നബിദിനത്തിൻ്റെ സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുറേ കൂട്ടുകാർ എല്ലാവരും കൂടെ ഇവിടെ ഒരു കൊല്ലത്തൊരു വൃദ്ധസദനത്തിൽ ഭക്ഷണം ബിരിയാണി വെച്ച് കൊടുത്തു. ഞാനും പോയിരുന്നു. ഞാനവിടെ പോയി കാണുമ്പോൾ പടച്ചവനെ ഒരുപാട് രംഗം വല്ലാതെ കരഞ്ഞു പോയ രംഗങ്ങളാണ്. അല്ലാഹുവേ, ഒരുപാട് അമ്മമാർ, ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് മക്കൾ, ആരുമില്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കൾ അവിടെ കിടക്കുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അവിടെ നിന്ന് അവസാനം പ്രസംഗം നടത്തിയിട്ട് ഞാനിങ്ങനെ ഭക്ഷണം വിളമ്പുമ്പോൾ പല അമ്മമാരും ചോദിച്ചു മോനിത്തിരി ഭക്ഷണം വാരിത്തരുവോ? അവർക്ക് മക്കളില്ലാഞ്ഞിട്ടല്ല, 3-4 മക്കളുണ്ട്. പക്ഷെ എല്ലാവരും കളഞ്ഞപ്പോൾ ആരുമില്ലാതെ വൃദ്ധസദനത്തിൽ വന്ന് കിടക്കുക സാധുക്കൾ. അല്ലാഹു അലം. ഭക്ഷണം വിളമ്പിത്തരാൻ പറഞ്ഞു. ഞാനിങ്ങനെ ചോറ് കൈകൊണ്ടിങ്ങനെ വാരി കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് ആ അമ്മമാർ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ അങ്ങനെ ഒരു ഗതി തരല്ലേ തമ്പുരാനെ. അള്ളാഹിനോട് ആമീൻ പറ, അല്ലാഹു നീ അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. കാരണം നീ ആമീൻ പറയാത്തത് നിൻ്റെ മക്കൾ നിന്നെ നോക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മളെ നോക്കുമെന്നുള്ള പ്രതീക്ഷയാ വാപ്പ. എന്ത് പ്രതീക്ഷയാ! ഈ കാലഘട്ടമൊക്കെ വളരെ മോശമായ കാലഘട്ടം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന 30 മക്കൾ, ഇതൊക്കെ ജീവിതത്തിലുള്ളൂ, ഇതൊക്കെ ജീവിതത്തിലുള്ളൂ. ഞാനൊക്കെ പഠിക്കുന്ന കാലം ഞങ്ങളുടെ വാപ്പയൊക്കെ ഉസ്താദിൻ്റെ എടത്തറ കോളേജിലൊക്കെ അവിടെയൊക്കെ ഖിദ്മത്ത് ചെയ്യുന്നൊരു പാവപ്പെട്ട സാധു. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഷഫീഖ് ഉസ്താദിൻ്റെ വീട്ടിൽ അഭിമാനമുണ്ട്. ഞങ്ങളൊക്കെ വല്ലാതെ മുത്തവല്ലി വല്ലാതെ സ്നേഹിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കപ്പയൊക്കെ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ ഉമ്മയൊക്കെ വലിയ സ്നേഹത്തോടെ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ മക്കളൊക്കെ അൽഹംദുലില്ലാ, ഈ സഹോദരന്മാരൊക്കെ ഒരുപാട് നല്ല കാര്യം ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇവർക്കൊക്കെ വേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 11:30 നിർത്തിക്കൂടെ? 2 കാര്യം കൂടെ പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ അൽഹംദുലില്ലാ 11:30. ഇനി ഒരു ദുആയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 12 മണിക്ക് അടുത്താകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാപ്പാ. എന്താ ഒരു പിണക്കം? എന്താ ഒരു പിണക്കം? എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പിരിവിൻ്റെ കാര്യമാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് കൊണ്ടുപോകാനല്ലോ സഹോദര. എന്ത് കൊടുത്താലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എന്ത് കൊടുത്താലും എന്താ, നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ? മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഭാര്യ എന്ത് പറഞ്ഞിട്ടാ കരയണേ? ആലോചിച്ചിട്ടുണ്ടോ? ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടല്ലോ. നീ മരിച്ചുപോയ, ഞാൻ മരിച്ച എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞിട്ടാ കരയാ? ഇരിക്കണ ഉസ്താദന്മാർ അല്ലെങ്കിൽ ഈ അൽബുസ്താൻ്റെ സംഘാടകർ
ഇവരൊക്കെ മരിച്ചു പോകുമ്പോൾ ഇവരുടെ ഭാര്യമാരും മക്കളെയും ചേർത്ത് വെച്ചിട്ട് എന്ത് പറഞ്ഞിട്ടാ കരയണേ? നീ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മരിച്ചാൽ ഞാൻ പറയും, എൻ്റെ ഭാര്യ എൻ്റെ മയ്യത്തിൻ്റെ മുന്നിൽ വെള്ള തുണിയിൽ പുതഞ്ഞ് കിടത്തുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മയ്യത്തിൻ്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറയും, അള്ളാഹുവേ ഇനി എനിക്കും എൻ്റെ മക്കൾക്കോ ആരാ അള്ളാഹ് ഉള്ളേ? ഇതല്ലേ പറയണേ? ഇല്ലേ മനുഷ്യ, ഇതല്ലേ പറയണേ? നിങ്ങൾ ആലോചിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് മുഴുവൻ അവൾക്ക് കൊടുത്തിട്ട് ഞാൻ പോവാ. ഞാൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ അവളുടെ കൈ കൊടുത്തിട്ട് ഞാൻ പോവാ. അപ്പം അവൾ പറയുക, ഇന്നലെ വരെ അന്നം തന്നത് ഇയാളാണല്ലോ, ഇയാൾ പോവാണല്ലോ അള്ളാഹ്, ഇനി മുതൽ ആരാ തരാനുള്ളതെന്ന്. അതാൻ്റെ അർത്ഥം. അവൾക്ക് അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, സംഘടനകളുണ്ട്, ജമാഅത്തിൻ്റെ പരിപാലകരുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നിട്ട് അവൾ പറയുക അവൾക്ക് ആരാ അള്ളാഹ് ഉള്ളേ? സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഇതാ. എങ്കിൽ അവൾ പറയേണ്ടതെന്താ? അള്ളാഹുവേ എല്ലാം കഷ്ടപ്പെട്ടത് മുഴുവനും എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ ഇക്ക പള്ളിക്കുഴി പോവാണല്ലോ അള്ളാഹ്, ഇയാൾക്ക് എന്താ അള്ളാഹ് ഉള്ളേ? സത്യത്തിൽ അതാ പറയേണ്ടത്. പക്ഷേ നിൻ്റെ ഭാര്യ പറയുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നോക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കൂല, എല്ലാം ഇങ്ങനെ അടുക്കി വെക്കുക. എല്ലാം അടുക്കി വെക്കുന്ന ഒരു മനുഷ്യൻ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നീ സമ്പാദിച്ചു വെച്ച സമ്പാദ്യം മുഴുവനും നിൻ്റെ മുന്നിൽ, ലോകത്ത് എവിടെ കിടക്കുന്നതാണെങ്കിലും മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടതാണെങ്കിലും കൊണ്ടുവരും നിൻ്റെ മുന്നിൽ. നിന്റെ കണ്ണിൻ്റെ മുന്നിൽ നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തരും. നീ അപ്പം കരയുക, അള്ളാഹുവേ എനിക്കിതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലാതെ പോയില്ല അള്ളാഹ്. മരണം അടുത്തിരിക്കുന്ന അവസാന സമയം നീ ചിന്തിക്കുന്നത് എനിക്കിതൊന്നും പ്രയോജനപ്പെട്ടില്ലല്ലോ അള്ളാഹ്, ഇതൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ തമ്പുരാനെ. അപ്പോഴാണ് അള്ളാഹുവേ നിൻ്റെ മക്കളെ മുഴുവനും കൊണ്ടുവരും മലക്കുകൾ മുന്നിൽ. ഗൾഫിൽ കിടക്കുന്നവനാണെങ്കിലും എവിടെ കിടക്കുന്നവനാണെങ്കിലും നിൻ്റെ മക്കളെ മുഴുവനും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും. അപ്പോൾ വാപ്പ സമ്പാദ്യത്തിൽ നോക്കും, ഇതൊന്നും ഉപകാരപ്പെട്ടില്ല. മക്കളെ കാണുമ്പോൾ സന്തോഷത്തോടെ ചോദിക്കണ്ട, മോനെ വാപ്പ പോവാ, എന്ത് തരൂടാ എനിക്ക് വേണ്ടി? നല്ലതുപോലെ കേട്ടോ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞല്ല, ഹദീസാ പറയണേ. നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയം മക്കളോട് ചോദിക്കും, മക്കളെ വാപ്പ പോവാടാ, ഉമ്മ പോവാ, ഇന്ന് വരെ ഞാൻ എന്തെല്ലാം തന്നെ ചോദിച്ചിട്ടും 5 നയാ പൈസ കൊടുത്തിട്ടില്ല, സ്വർണ്ണം ഇട്ടുകൊണ്ട് നടന്നവളാ, ഞാൻ കൊടുത്തിട്ടില്ല, എല്ലാം നിൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ പോകുകയാ, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയും, വാപ്പച്ചി 3 കഷ്ടം വെള്ള തുണിയും വാങ്ങിത്തരാം, പള്ളിയിലൊരു കുഴിയെടുത്ത് തരാം, ഇത്രേ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ, ഇതല്ലേപ്പാ നിങ്ങളുടെ ലക്ഷ്യം? അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾ, ഇവർക്കുള്ള ആവശ്യത്തിനുള്ള പൈസ കിട്ടിയ അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എത്ര മക്കളുണ്ട് ഇവിടെ? എത്ര കുട്ടികളുണ്ട്? 30 കുട്ടികൾ. ഈ 30 കുട്ടികൾക്ക് ഒരു ദിവസം കഴിക്കാൻ എത്ര രൂപ വേണം? 3500 രൂപ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉസ്താദന്മാരുൾപ്പെടെ അൽഹംദുലില്ലാഹ്, ഒരു മാസം ഇവർക്ക് എന്ത് തിന്നാൻ വേണം? ഒരു കുട്ടിക്ക് ഒരു മാസം എത്ര രൂപയാകും? അത് ഒരു വർഷമല്ലേ അപ്പാ, ഹാഫിളാകുന്ന തീരല്ലേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്കണം 30 മക്കളുണ്ട്. എല്ലാവരും നേരെ എഴുന്നേറ്റോ. ബിസ്മില്ലാ, വാ, പെട്ടെന്ന് എഴുന്നേറ്റ് വാ. ഇൻഷാ അല്ലാഹ് കയറി വാ, ദുആ ചെയ്യാൻ പോവാ. കഴിഞ്ഞു, വാ, ബിസ്മില്ലാ. പാലത്തിലങ്ങ് നിൽക്കണ്ട, സിറാത്ത് പാലമല്ലത്, അത് സിറാത്ത് പാലമല്ല. നീ ഇതിനകത്ത് കയറിയ രക്ഷപ്പെടും. കയറിക്കോ, പുറത്ത് നിൽക്കണവരൊക്കെ കയറി ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് പറ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ അടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇങ്ങോട്ട് കയറി വാ കാണാൻ. വാ ഇൻഷാ അല്ലാഹ്, ഇങ്ങോട്ട് കയറി പെട്ടെന്ന് ഞാൻ ദുആ ചെയ്യാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് വാ ചങ്ങാതി, കസേരയൊക്കെ പറക്കിക്കളാ, ഇങ്ങോട്ട് കയറി നിൽക്ക്. ഖബറിന് ഇതിനെക്കാലി എടുക്കവാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇങ്ങോട്ട് എടുക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ നിർത്തുക ഒരൊറ്റ സൂറത്ത് ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ഒരു സൂറത്ത് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് കസേരയൊക്കെ എടുത്ത് അവനെ വിട്ട വാപ്പ അവനെ വിട്ടേരാ, ഉറങ്ങിരിക്കട്ടെ, കുറ്റയിൽ വിട്ടെ, ഉറങ്ങട്ടെ മോനെ, കരയാതിരുന്ന് ഉറങ്ങിക്കോ. നീ ഇവിടെ ഇരുന്നു ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് വാ ചങ്ങാതി, ഇങ്ങോട്ട് വാ. അല്ലാഹുവേ
അള്ളാഹുവെ ഈ സദസ്സിൽ ആരെല്ലാം നിൽക്കുന്നോ നീ ഇവരെ പരലോകത്ത് നിർത്തി ഉരുക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ പരലോകത്ത് നിർത്തി നീ ഉരുക്കല്ലേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, ഖുർആനിൻ്റെ അഹ്ലുകാർ അള്ളാഹുവിൻ്റെ കുടുംബക്കാരാ, അള്ളാഹുവിൻ്റെ കുടുംബക്കാരാ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ 30 മക്കൾ അള്ളാഹുവിൻ്റെ കുടുംബക്കാരാ. അള്ളാഹു അവരെ ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 30 മക്കളിൽ ഒരാളെ വെച്ച് നിങ്ങളങ്ങ് ഏറ്റെടുത്തു. എനിക്കത്രേ പറയാനുള്ളൂ. ഈ 30 മക്കൾ ഇവിടെയുണ്ട്. ഈ 30 മക്കളെ ഒരു മാസത്തേക്ക് അവൻ്റെ വാപ്പ നീയാ. ഈ 30 മക്കളിൽ ഒരാൾക്ക് ഇൻഷാ അല്ലാ ഒരു മാസം നല്ല നിലയിൽ ഭക്ഷണം കഴിച്ചാൽ ഒരു 6000 രൂപ വരുമായിരിക്കും. കൂടുതലാണോ അത്? 6000 രൂപ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കിടക്കട്ടെ. 6666 ആകണമെന്നാ അതെന്നെ ഖുർആനിൻ്റെത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്ത വർഷം വരെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമയം വെക്കുന്നുണ്ട്. അടുത്ത വർഷം വരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമയം വെക്കുന്നു. ഈ അടുത്ത വർഷത്തിന് മുമ്പായിട്ട് എന്നെങ്കിലും ഒരു ദിവസം ഈ 30 മക്കളിൽ ഒരാളെ അൽഹംദുലില്ലാ ഉസ്താദെ അവന് ഒരു മാസം കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇതിലെന്തെന്നറിയോ? ഓസിന് വേണ്ട മനുഷ്യ, ഓസിന് വേണ്ട. അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം റോഡിൽ കിടന്ന് ചതഞ്ഞെരിഞ്ഞ് ചാകേണ്ട അവസ്ഥ അള്ളാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ പടംന്ന് പറയുന്ന ഖുർആൻ പഠിക്കുന്ന ഈ മക്കളിൽ ഒരാളെ സ്വന്തം മകനെ പോലെ, അവന് വീടുണ്ട്, കിടക്കാൻ വീടുണ്ട്, പടച്ചവനെ AC റൂമുള്ളവരുണ്ട്, കഴിക്കാൻ ഭക്ഷണമുള്ളവരുണ്ട്, നല്ല സൗകര്യത്തിൽ കിടക്കേണ്ട മക്കളാ. പക്ഷേ വന്നിട്ട് ഈ പള്ളിയുടെ മുകൾ തട്ടിൽ തറയിൽ പാവിരിച്ചിട്ട് കിടക്കുന്ന മക്കളാ. ഇല്ലാഞ്ഞിട്ടല്ല വാപ്പാ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകാനുള്ള കൊതി കൊണ്ടാ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകാനുള്ള കൊതി കൊണ്ടാ. അള്ളാഹുവേ, ഈ ഖുർആൻ പഠിക്കുന്നവന് ഹലാലായ ഭക്ഷണം മതി, ഹറാമ് വേണ്ട. കള്ളുകുടിയന്റെ പൈസ വേണ്ട, പലിശക്കാരന്റെ പൈസ വേണ്ട, ലോട്ടറി എടുക്കുന്നവന്റെ പൈസ വേണ്ട, പിടിച്ചു പറിക്കുന്നവന്റെ പൈസ വേണ്ട, പറ്റിച്ചുണ്ടാക്കിയവന്റെ പണം വേണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണം മതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ 30 മക്കളിൽ ഒരു മോന ഉസ്താദേ എന്നെങ്കിലും അടുത്ത കൊല്ലത്തിന്റെ ഇടയിൽ ഒരു മാസം അവൻ എന്റെ മോനാ ഉസ്താദേ, ഞാൻ അവന് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതിയിട്ട് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമോ? അള്ളാഹു നിനക്ക് ദുർമരണം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൂങ്ങി മരിക്കുന്നവരെ കാണുന്നവരാ. വിഷമടിച്ച് ചാകുമല്ലോ, വണ്ടിയുടെ മുന്നിൽ ചാടുമല്ലോ. അല്ലാഹുവേ, നരമ്പ് മുറിച്ച് പെണ്ണുങ്ങൾ ചാകുന്ന കാലവാ. മുഖമെല്ലാം കറുത്തിട്ട് കാണാൻ തന്നെ പേടിയാണല്ലോ. പടച്ചവനെ വെട്ടിക്കീറിയിട്ട് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ. മയ്യത്തിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് പോലും വല്ലാത്ത വേദനയാ. പടച്ചവനെ, അതാ തൊണ്ടയുടെ താഴ്ഭാഗം കീറിയിട്ട് അതാ അകത്ത് കിടക്കുന്ന കുടലും കരളും കൂമ്പുമെല്ലാം വലിച്ചെടുത്ത് കളയുന്ന ഒരു രംഗമുണ്ടല്ലോ. അതാ ചുറ്റികൽ കൊണ്ട് ഉളി കൊണ്ട് നമ്മുടെ തലവെട്ടി പുളിക്കുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കുന്ന മരണം തരല്ലേ അല്ലാ. മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? പോസ്റ്റ്മോർട്ടം ചെയ്തവരുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ പൊന്നുമോനെ? പേടിച്ചു പോകുമടാ. പടച്ചവനെ, അല്ലാഹുവേ, ചാക്ക് തച്ച് വെച്ചിരിക്കുന്നത് പോലെ പടച്ചവരെ തച്ച് വെച്ചിരിക്കുന്ന രംഗമാ പൊന്നുമോനെ. അതുകൊണ്ട് ഈ പാവപ്പെട്ട 30 മക്കളിൽ ഖുർആൻ പഠിക്കുന്ന ഒരു മകനെ സ്വന്തം മകനെ പോലെ തെരഞ്ഞെടുത്തോ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിനക്ക് ദുർമരണം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ മോനെ? മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാൻ കൊതിയുണ്ടോ?
മരിക്കുന്ന സമയത്ത് സ്വർഗം കാണണോ, മരണവേദന അറിയില്ലോ, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തണ്ടോ, കിടന്ന് വായിലൂടെ പതയും നിറയും ഒലിപ്പിക്കണ്ടോ, കിടന്ന് മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ മുക്രയിട്ട് ചാകണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നു. ഈ മക്കൾക്ക് ഒരു കൊല്ലല്ല ഒരു മാസം നീ ഭക്ഷണം കൊടുത്തോ, അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കാണിച്ചു തരുമ്പോ അബ്ശിറൂ ബിൽ ജന്നാ വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കാവപ്പോ പെങ്ങളേ, പൊന്നുമോളെ, ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൂരി കൊടുക്കുന്ന പെങ്ങളേ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചോ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യമോ. പ്രസവ വേദന പോലും താകാകടിയാത്ത പെങ്ങളേ, മരണവേദന അറിയാതെ മരിക്കടോ, സ്വർഗത്തിലെ അനുഗ്രഹം കണ്ടിട്ട് മരിക്കടോ, സ്വർഗത്തിലെ കൊട്ടാരം കണ്ടിട്ട് മരിക്കടോ, മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് മരിക്കടോ, കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കടോ. പെണ്ണ്, ഇന്ന് ചിരിക്കാ പൈസ വേണ്ടടി, ആരുടെ മുഖത്ത് നോക്കി വേണമെങ്കിലും നമുക്ക് ചിരിക്കാമല്ലോ. പക്ഷേ മയ്യത്ത് തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണമെങ്കിലേ അല്ലാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ സഹോദരാ. അതുകൊണ്ട് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, അല്ലാഹുവേ മരിക്കുന്ന സമയം നിനക്ക് അല്ലാഹുവേ സ്വർഗ്ഗം മലക്കുകൾ കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 3 ഖുർആൻ പഠിക്കുന്ന മക്കളെ മണ്ണ് തിന്നില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ പഠിക്കുന്ന മക്കളെ മണ്ണ് തിന്നോ? നിങ്ങൾ പറ, കഴിക്കോ? ഈ മക്കളെ കബറി കൊണ്ടുവച്ചാ മണ്ണ് തിന്നുവോ? പുഴുത്ത് നാറുവോ? പറ, നാറുവോ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മക്കൾ അങ്ങനെ ശുഹദാക്കള. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 30 മക്കളിൽ ഒരാളെ സ്വന്തം മകനെ പോലെ നീ തിരഞ്ഞെടുത്ത അല്ല നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിൻ്റെ അകത്ത് ഇറക്കി വെച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരി കവളിൻ്റെ താഴെ വെച്ചു. പക്ഷേ ഖദീജ ബീവിയുടെ കവളിൽ മണ്ണ് തൊടുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ തല തിരിച്ചു വെച്ചിട്ടും തൊടുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ 3 പ്രാവശ്യം നോക്കിയിട്ടും മണ്ണ് തൊടുന്നില്ല. എന്താണ് സംഭവമെന്നറിയില്ല. അത്ഭുതത്തോടുകൂടി ഖബറിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഖദീജായ മണ്ണ് തിന്നില്ല നബിയെ. വയലിൻ്റെ സദസ്സിൽ പോയിട്ട്, എന്തിനാടി ആമിന, നിനക്ക് പ്രാന്തുണ്ടോ? മോതിരമൊക്കെ ഊരി കൊടുക്കുന്നല്ലോ, നിനക്ക് വേറെ പണിയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചരിത്രവുമ്മ. ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണം അള്ളാഹുവെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത നിനക്കല്ല തരുന്ന പ്രതിഫലം കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഖദീജയെ മണ്ണ് തിന്നില്ല നബിയെ. എന്തേ ജിബ്രീലെ? കാരണം എന്തേ ജിബ്രീലെ? ഖദീജ കോടീശ്വരിയായിരുന്നു നബിയെ. എല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സദക്ക കൊടുത്തവളാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ സമ്പാദ്യം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സദക്ക കൊടുത്തവളാ. സദക്ക കൊടുത്ത ഖദീജയെ മണ്ണ് തിന്നില്ല നബിയെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുക്കുന്ന വാപ്പ പള്ളിക്കാട്ടി കിടന്ന് പുഴുത്തു നാറൂല. നീയും മണ്ണ് തിന്നാതെ ഖബറിൻ്റെ അകത്ത് കിടക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 നാലാമത്തെ പ്രതിഫലം ഞാൻ നിർത്തുകയാണ്. 4ാമത്തെ പ്രതിഫലം, നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ഖബറിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം ആരാ നിൻ്റെ കൂടെ ഉണ്ടാവുക? നിൻ്റെ ഉമ്മ നിൻ്റെ മുന്നിലൂടെ പോകും, തിരിഞ്ഞു പോലും നോക്കൂല. നിൻ്റെ വാപ്പ നിന്നെ കണ്ട പരിചയം കാണിക്കൂല. നിൻ്റെ മക്കളോ നിൻ്റെ ഭാര്യയോ നിൻ്റെ കൂടപ്പുറപ്പോ നിൻ്റെ കൂട്ടുകാരോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാതെ നീ അവിടെ ഇരിക്കുമ്പോൾ ഈ 30 മക്കളിൽ ഒരാൾ വന്നിട്ട് നിൻ്റെ കൈ പിടിക്കും. വാ വാപ്പ, നമുക്ക് സ്വർഗത്തിൽ പോകാം. നീ ആരാടാ എന്നെ വാപ്പാന്ന് വിളിക്കുക? നീ എൻ്റെ മോനല്ലല്ലോ. നീ ആരാ? എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ മക്കളും എൻ്റെ കൂടപ്പറപ്പും എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരും എല്ലാവരും എന്നെ കൈയൊടിഞ്ഞപ്പോൾ എന്നെ വാപ്പാ എന്ന് വിളിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ മോനെ?
ആ സമയത്ത് പറയും, വാപ്പാ ഞാൻ നിങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിട്ട് 1 മാസം അന്നം തന്നത് നിങ്ങളല്ലേ വാപ്പ? നിങ്ങളല്ലേ എന്നെ സ്വന്തം മകനെ പോലെ 1 മാസം എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നത് നിങ്ങളല്ലേ വാപ്പ? എനിക്കിന്ന് 40 പേരെ കൊണ്ടുപോകാം, വാപ്പ വാ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ 30-ൽ ഒരാൾ കാണുന്ന എൻ്റെ കയ്യിൽ പിടിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇതിനേക്കാളും പ്രതിഫലം പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല സഹോദര. അതുകൊണ്ട് ഈ ഖുർആൻ പഠിക്കുന്ന 30 മക്കളെ ഒരാൾക്ക് 1 മാസം ഇൻഷാ അല്ലാ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അടുത്ത ഒരു കൊല്ലത്തിൻ്റെ മുമ്പിൽ എന്നെങ്കിലും 1 മാസം ഈ മക്കളിലെ ഒരു മോനെ സ്വന്തം മകനെ പോലെ തിരഞ്ഞെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വീട്ടിൽ വളർത്തുന്നവൻ മയ്യത്ത് നിസ്കരിച്ചില്ലെങ്കിലും നിനക്ക് ദുആ ചെയ്തില്ലെങ്കിലും ഈ 30-ൽ ഒരാളെങ്കിലും കാണും വാപ്പ നിന്നെ കൊണ്ടുപോകാൻ, നിനക്ക് ദുആ ചെയ്യാൻ. അവൻ ഖുർആൻ ഓതുമ്പോൾ നിന്റെ ഖബറിലേക്ക് അത് ജാരിയായ സദക്കയായി ഒഴുകിക്കൊണ്ടിരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കൂല. നിങ്ങളിൽ ഒരാൾ തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം ഖുർആൻ പഠിക്കുന്നവർക്ക് ഹലാലായ ഭക്ഷണം മതി, ഹറാമ് വേണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഉസ്താദെ ഈ 30 മക്കളിൽ ഒരാളെ ഞാൻ എടുത്തുകൊള്ളാം. 5000 രൂപയല്ലേ ഉള്ളൂ, 6000 രൂപയല്ലേ ഉള്ളൂ. ഒരു കൊല്ലം ഉണ്ടല്ലോ ഉസ്താദെ. അള്ളാഹു എനിക്ക് ആയുസ് തന്ന ഒരു മോനെ ഞാൻ ഭക്ഷണം കൊടുക്കാമെന്ന് നിയത്ത് ചെയ്യുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കായി സദസ്സിൽ. അൽഹംദുലില്ലാ. 1 2 3 4 അൽഹംദുലില്ലാ. 5 കുലൂത്ത് കുബീർ അൽഹംദുലില്ലാ. 6 കുലൂത്ത് കുബീർ. 7ാമത്തെ അടിമ 7 ഇൻഷാ അല്ലാ. 7 ആരാ 8. 8ാമത്തെ അടിമ 8 9 10 കുലൂത്ത് കുബീർ. 11 12 എനിക്ക് 30 പേര് വേണം. 13 ഇൻഷാ അല്ലാ. ഇനി ആരാ 13 14ാമത്തെ അടിമ ആരാ? ഒന്ന് കൈവക്ക്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി 14 15 അൽഹംദുലില്ലാ. കുലൂത്ത് കുബീർ. പറ മക്കളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. 15 പേരായി. ആരാ 16ാമത്തെ അടിമ? 30 മക്കളുണ്ട് പുറകിലിരിക്കണ എൻ്റെ ഉപ്പമാർ. അൽഹംദുലില്ലാ. എനിക്ക് വേണം 16ാമത്തെ അടിമ. 2 പേര് കൂടെ എനിക്ക് വേണം. ഒന്ന് കൈവക്കിക്ക ഇൻഷാ അല്ലാ. ആരാ ഉള്ളത്? അൽഹംദുലില്ലാ. 16. മോനെ നീ ധൈര്യമായിട്ട് പൊക്കിക്കോടാ, നീ സ്വർഗവാസിയാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 16 ഒരാൾ കൂടെ വേണം. 17 ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? 18 കണ്ട ചങ്ങായിമാര് ശൈത്താനെ ചവിട്ടി തേക്ക. അൽഹംദുലില്ലാ. 19. ഇനി 20ാമത്തെ അടിമ. 19 പേരാ 20ാമത്തെ അടിമ. ചിന്തിക്കണ്ട, അള്ളാഹു നിന്റെ കുടുംബത്തെ അല്ല ഏറ്റെടുത്തോളും. നീ പേടിക്കണ്ട. നിന്റെ ഭവനം, നിന്റെ സമ്പാദ്യം, നിന്റെ സർവ്വതും അള്ളാഹു ഏറ്റെടുക്കും. കുലൂത്ത് കുബീർ. 20 പേര് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവനെ നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്, പടച്ചവനെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് 20 അടിമകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാ. നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ. കൈവിടല്ലേ അല്ലാഹുവേ. ആ സ്വർഗത്തിന്റെ അവകാശികളായ 10 അടിമകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ആണുങ്ങളിൽ ഒരു 10 പേര് നീ തെരഞ്ഞെടുക്കണേ നാഥാ. അല്ലാഹുവേ, ഇവർക്ക് നീ മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചു ദുആ ചെയ്യാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബി. കുലൂത്ത് കുബീർ. ഉറക്കെ അൽഹംദുലില്ലാ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ പോക. അവിടെ ഉണ്ടാകും അള്ളാഹു ഇഷ്ടപ്പെട്ട ഉമ്മമാർ. 20 പേര് കുലൂത്ത് കുബീർ. പറ കുലൂത്ത് കുബീർ. ആരാ ഇൻഷാ അല്ലാഹ്? 21ാമത്തെ അടിമ. അൽഹംദുലില്ലാ. പൊന്നുമോൻ കുലൂത്ത് കുബീർ. അള്ളാഹുവെ, ആ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ.
അവൻ്റെ മുഖത്ത് കണ്ട ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ തമ്പുരാനെ. 21 ഇനി ഇൻഷാ അല്ലാഹ് പുറകിരിക്കണവർക്കൊക്കെ പങ്കെടുക്കുക. അൽഹംദുലില്ലാ. അള്ളാഹുവേ, ആ സഹോദരൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. അദ്ദേഹത്തിൻ്റെ മക്കളെ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. 21, 22 എന്താ മോനെ പൊക്കല്ലേ? ഉപ്പാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം കേട്ടോ. അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, സാലിഹായ സന്താനങ്ങളിൽ ആ പൊന്നുമോനെ നീ പെടുത്തണേ പടച്ചവനെ. 23 കുലൂത്ത് കുബീർ. ആലോചിക്കാൻ സമയമില്ല. 2 പേര് ആരാ? 23 24-ാമത്തെ അടിമ. 24-ാമത്തെ അടിമ അൽഹംദുലില്ലാ. 25 26 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുലൂത്ത് കുബീർ. 27 പേര് കുലൂത്ത് കുബീർ. ഇനി 3 പേർക്കേ അവസരമുള്ളൂ. 28ആയി, 29ആയി, 30. അൽഹംദുലില്ലാ. മതിയല്ലോ അപ്പ. എന്താ മക്കളെ? 30 മക്കൾക്ക് നിങ്ങൾക്കുള്ളത് കേട്ടാ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ 30 പേരെയും സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ എടാ ചങ്ങായി, തടിയുള്ള കാക്കയുടെ പേരെന്താപ്പാ? മുനീർക്ക. നിങ്ങൾ കിടന്ന് ഓടിയിട്ട് നിങ്ങളുടെ തടി കറയണല്ലോപ്പാ. ശരി ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? ഒന്ന് ചങ്ങാതി എന്തേ? അൽഹംദുലില്ലാ. അടുത്ത കൊല്ലത്തെ കല്യാണമല്ലേ? ഈ കല്യാണം കഴിഞ്ഞില്ലേ ഇപ്പൊ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ചങ്ങായി, പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? ഒന്ന് പോയിട്ട്. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ റെഡി കാശായിട്ട് 6000 രൂപ കുലൂത്ത് കുബീർ. അള്ളാഹു ആ സഹോദരിക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഏതെങ്കിലും മാരക രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ അള്ളാഹു ഇന്ന് കരിച്ചു കളയണേ റഹ്മാനെ. ഷിഫാ നൽകണേ പടച്ചവനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഗൾഫിലല്ല. അത് എത്ര പേര്? പെണ്ണുങ്ങൾ എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഈ 6000 രൂപ കൊടുക്കാനുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഒരു സഹോദരൻ. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ 50,001 രൂപ കുലൂത്ത് കുബീർ. പറഞ്ഞോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ സമ്പത്ത് കൊടുക്കുന്നത് നീയാണ്. അതൊരു പരീക്ഷണ വസ്തുവാണെന്നറിയുന്ന സഹോദരൻ, അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടിയാണ് ഈ 50,001 രൂപ സദഖ ചെയ്ത സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. മരണസമയത്ത് ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും സദസ്സിലില്ല തമ്പുരാനെ. ഉസ്താദേ, എന്റെ അവസാനം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലാകണമെന്നുള്ള മോഹമുള്ള ഉമ്മമാർ, പടച്ചവരെ അല്ലാഹുവേ, ഈ പെങ്ങൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണം നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളുടെ അന്നത്തിന് വേണ്ടിയാണ് റബ്ബേ. ഊരിക്കൊടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ. സംഘാടകർ പോയി എനിക്കൊരു മോതിരം വേണം, പെട്ടെന്ന് ഓടിപ്പോയിട്ടോ. ഓടിപ്പോട്ടോ. അൽഹംദുലില്ലാ. തൻ്റെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മക്കൾ സ്വാലിഹാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, ഹാഫിളാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ സ്വർണ്ണാഭരണം സദഖ ചെയ്തിരിക്കുന്നു കുലൂത്ത് കുബീർ. അല്ലാഹു ആ പൊന്നുമോനെ നീ ഹാഫിളാക്കി കൊടുക്കണേ പടച്ചവനെ. ഹാഫിളിൻ്റെ ഉമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാ. ഒരു സ്വർണ്ണമോതിരം കുലൂത്ത് കുബീർ. അല്ലാഹു ഇത് ഏത് ശരീരത്ത് കടന്നു ആ ശരീരം നീ നരകത്തിന് ഹറാമാക്കണേ. ദുആ ചെയ്ത് അല്ലാഹുവേ, ഈ സ്വർണ്ണാഭരണം ഏത് ശരീരത്ത് കടന്നു നീ നരകം ഹറാമാക്കണേ തമ്പുരാനെ. സ്വർഗം വുജൂബാക്കണേ തമ്പുരാനെ. മരണവേദന കുറച്ചു കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ. ഒരു സഹോദരി, കൊട്ടാരക്കരയിലുള്ള ഒരു സഹോദരി 2 പവൻ സ്വർണം കുലൂത്ത് കുബീർ. അല്ലാഹുവേ, പടച്ചവനെ, ആ പെങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത എന്തോ ഒരാഗ്രഹമുണ്ട് തമ്പുരാനെ.
അല്ലാഹുവേ ഇന്ന് ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി കൊടുത്തവളാ. അല്ലാഹുവേ വെറും കയ്യോടെ മടക്കല്ല അല്ലാ, ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ, നല്ല മരണമോ കൊടുക്കണേ അല്ലാ. പടച്ചവനേ അല്ലാഹുവേ, ആ പെങ്ങളുടെ ജനാസ കാണുന്നവര് മുഴുവനും ആ സഹോദരി മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഭർത്താവിൻ്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാ 2 ഗ്രാം കുലൂത്ത് കുബീർ അല്ലാഹുവേ രോഗം കൊടുക്കുന്നത് നീയാ, അത് മാറ്റാൻ ഒരു മരുന്നും നിനക്ക് വേണ്ട, നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അപ്പം ഇൻഷാ അല്ലാ ആരെങ്കിലും ഊരി തരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് പോവാ. ഇൻഷാ അല്ലാ നാളെ കൊട്ടാരക്കരയിലെ സഹോദരി 2 പവന് ഇപ്പോൾ തരും. സഹോദരിയാ? എന്തായാലും അള്ളാഹു ആ സഹോദരിക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. 2 പവന് ഇൻഷാ അല്ലാ ഇപ്പൊ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ചയില്ല, താത്ത ഖുർആനി നോക്കാൻ പറ. അതന്നെ ഏറ്റവും വലിയ മരുന്ന്. കണ്ണിന് കാഴ്ചയുള്ള ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പെട്ടതാ ഖുർആനി നോക്കൽ. ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി തന്നവളാ. അപ്പം അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവെ ആ സഹോദരൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നീ തിരിച്ചു കൊടുക്കണേ അള്ളാഹുവെ, നിൻ്റെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഖുർആനിൻ്റെ തണലിൽ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയി ഒരു മോതിരം മേടിച്ചോണ്ടോ. അൽഹംദുലില്ലാ, തൻ്റെ മകളുടെ രോഗം മാറാൻ ഒരു സ്വർണ്ണ മോതിരം കുലൂത്ത് കുബീർ. പോകേണ്ടവരൊക്കെ പൊക്കോപ്പോ, ഇത്തിരി അത്യാവശ്യമുള്ളവരൊക്കെ പോ. ഞാൻ ഇത്തിരി പിരിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഞാൻ വന്നില്ലേ, എന്തായാലും വന്നു. എൻ്റെ കബറിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ടേ? ഇൻഷാ അല്ലാഹ് മകളുടെ അസുഖം മാറി. നീ എന്തോ 2 നീ ഒന്നും കൂടെ പോയിട്ട് വാട്ടോ. കനാലിൻ്റെ അക്കരെ പോയി സ്വർണ്ണവും പേടിച്ചോണ്ട് വാട്ടോ. പൊക്കോ, അതൊക്കെ ഞാൻ വായിക്കാം, നീ പൊക്കോ. ബിസ്മില്ലാ, ഇൻഷാ അല്ലാഹ് പോ, സ്വർണ്ണം പേടിച്ചോണ്ട് വാ. പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമ്പുരാനെ അല്ലാഹുവേ, ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണ ഊരണമെങ്കിൽ അല്ലാഹുവേ സാധാരണ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയില്ല തമ്പുരാനെ. അല്ലാഹുവേ, തൻ്റെ പൊന്നാര മകൾ, നൊന്തുപറ്റ മകളുടെ രോഗം ശിഫയാകുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണ മോതിരം ഊരി തന്നിരിക്കുന്നു തമ്പുരാനെ. ഖുർആനിനെക്കാളും വലിയ മരുന്നില്ല റബ്ബേ. ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ആ പൊന്നുമോൾക്ക് നല്ല ഒരു ജീവിതം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മൽ നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി റബ്ബേ സ്വീകരിക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ല അല്ലാ, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കല്ല നാഥാ. മരിക്കുമ്പോ ഈ സ്വർണത്തിന്റെ പ്രതിഫലമായ സ്വർഗം നീ കാണിച്ചു കൊടുക്കണം. അത് കണ്ടിട്ട് മരിക്കാനാ പെങ്ങക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ.